വരട്ടെ, വിക്സ് വരട്ടെ. എവിടേക്കാ വേദന? ഇവിടെ കണ്ണിനകത്ത്. കണ്ണിനകത്ത് ഒതുങ്ങിയ അപ്പം മൈഗ്രെയിൻ്റെ ആയിരിക്കും. നേരത്തെ ഇത് 1-2 വട്ടം വന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇന്ന് എത്ര പോകുന്നു? ഇന്ന് സ്കൂളിൽ പോയത് ആഷ്മേട്ടാ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് ആഷ്മയുടെ സ്കൂള് അടച്ച് 2 ദിവസത്തേക്ക്. അവിടെ എന്താ വെള്ളത്തിൻ്റെ പ്രശ്നം. ആഷ്മി എന്നിട്ട് 10 മണിയാകുമ്പോൾ സ്കൂൾ വിട്ടിട്ടോ. വന്നപ്പോൾ പോലെ തലവേദന ഇങ്ങനെ ഉണ്ടായിരുന്നു. ക്ലാസ്സില്ല. ലച്ചുവിന് എക്സാം ആയതുകൊണ്ട് തിങ്കളാഴ്ച എക്സാം തുടങ്ങുമ്പോൾ സ്റ്റഡി ലീവ്. ആശയുടെ തലവേദന എനിക്കും തലവേദനയായി. പകർച്ചത്തലവേദനയാണോ ഇത്? പകർച്ചത്തലവേദന. അയ്യ പാവ ആശയ്ക്ക് തലവേദന കിട്ടി. ഞാൻ കിടക്കുന്നില്ല, എനിക്ക് ജോലിയുണ്ട് നമ്മുടെ തറയിൽ മൊത്തം മഴ. ഇന്നത്തെ രാവിലെ തൊട്ടിരുന്ന മഴയായിട്ട് കംപ്ലീറ്റും വെള്ളമായി. നമ്മളിങ്ങോട്ട് നോക്കിയില്ലായിരുന്നേ. അപ്പം പിന്നെ കണ്ട് ഇപ്പം ഇല്ല തുണി എടുക്കാനായിട്ട് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇവരിന്നലെ ഇല്ല സോളാർ വെക്കാനായിട്ട് ഇത് തുറന്നിട്ട് കേട്ടോ. മണ്ടക്കിട്ട് ജോലി ചെയ്യുന്നതേ സോളാർ വെക്കാനായിട്ട് ഇവരിവിടെ തുറന്നിട്ട് കേട്ടോ. പക്ഷെ അവരത് അടച്ചില്ല, നമ്മളും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് അടച്ചിടാത്തൊന്നും മൊത്തം തറയും മൊത്തം മഴവെള്ളമായി. എന്തോ ഇതെല്ലാം ഇനി വെയിൽ കാണണമെങ്കിൽ കിട്ടണമെങ്കിൽ പാലിൽ വെച്ചില്ലയോ? ഞാനിങ്ങോട്ട് കയറിയില്ല. പാനലൊക്കെ വെക്കാനോ? പാനലൊന്നും വെച്ചില്ല. അയ്യോ, ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ വൈകിട്ട് കയറി. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതുവരെയും കയറിയിട്ടില്ല. പക്ഷെ ഇവിടെ കയറിയപ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ ഇടയ്ക്കിട്ട് ചെന്നൊരു ടവർ എന്തൊരു മലയൊക്കെ കാണാൻ ഇവിടെ നിന്നുണ്ട്. എൻ്റെ മല കാണാൻ ഇവിടെ നിന്നുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ നല്ല വ്യൂ കേട്ടോ. ഫോണിൽ കൂടെ അത്ര അറിയത്തില്ല. മണ്ടയ്ക്ക് കയറാൻ ശരിക്കും പേടിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഒരു ഡേഞ്ചർ ഇല്ല. ഇത് മണ്ടയ്ക്ക് കയറി വന്നപ്പോഴാണ് വലിയ ഡേഞ്ചർ ഇല്ലെന്ന് മനസ്സിലായിട്ടോ. മാസം 1 താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ കയറിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഈ സോളാർ വെച്ചത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എനിക്ക് അവിടെ നീക്കിയും എടുത്തൊന്നും കയറാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെ സോളാർ വെച്ചത് കാണാണ്ട് ഞാൻ ഇന്നലെ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്നത്. ഞാൻ ടവർ എത്ര ടവർ ഇവിടെ നിന്നുണ്ട് കാണാം. ടവർ കിലോമീറ്ററുകൾ അപ്പുറത്തെ ടവറുകൾ കേട്ടോ. പക്ഷെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്നുണ്ട്. മണ്ടയ്ക്ക് കൊണ്ട് നല്ല രസമുണ്ട്. അവിടെയൊക്കെ കുറേ വീടുകളും കാണാം. അങ്ങ് വടക്കങ്ങോണ്ടുള്ള ഞാനിങ്ങോട്ട് ഈ ഇടയ്ക്കെങ്ങാണ്ട് അമ്മൂമ്മ നമ്മുടെ ആഷ്മയുടെ പണിയായിരിക്കും കേട്ടെ. ഞാൻ ഇപ്പഴേ കണ്ട് ഇവളുമാരിടയ്ക്ക് കയറുമായിരുന്നു. ഞാൻ അമ്മൂമ്മയുടെ ഒരു ദിവസം കയറിയായിരുന്നു. അമ്മ വിളിച്ച് കയറും. പക്ഷെ ഇവിടെ തൂക്കണമെന്നേ. ഇതാരെന്താ കേട്ടിട്ട് ഇതെല്ലാം ആഷ്മയുടെ പണിയായിരിക്കും, അല്ലാതെ ആരുടെ പണിയാ? താങ്ങിനെ മണ്ടയ്ക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പം എന്താണ്ട് ഇവിടെ ഇങ്ങനെ അവർ അടച്ചില്ല കേട്ടോ. ഇന്നലെ അവരത് വെക്കാൻ വന്നിട്ട് അത് അടച്ചില്ല. രാവിലെ തൊട്ട് നോക്കും ഒന്ന് അടയ്ക്കുക. ഇതൊന്ന് പിടിച്ചില്ല വെച്ചാൽ ഞാൻ താഴോട്ട് ഇറങ്ങി വരട്ടെ. എനിക്ക് വരിക 10 വേളോട്ട് കയറാനും താഴോട്ടിറങ്ങാനൊക്കെ നോക്കട്ടെ. വല്ലപ്പോഴൊക്കെ കയറിയല്ലേ പറ്റുന്നത്. അതല്ലേ ഞാനും പറഞ്ഞ ആരും തുറന്ന അവരെല്ലാം തോന്നുന്നു. അവരടച്ചു വെച്ചായിരുന്നു ആദ്യം ഒന്ന്. പിന്നെ ആരും കയറിയായിരുന്നു. ഞാൻ കയറിയില്ല. ഈസിയായിട്ട് നീക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇനി എന്ത് പറ്റിയതല്ല, കയറി ജാം ആയിക്കോട്ടെ. ഈ മഴ സമയത്ത് നമുക്ക് കിട്ടിയൊരു പണി. ഇതിപ്പോൾ ആരും വിളിക്കേണ്ട. സൂക്ഷം കൊണ്ട് ഇറങ്ങണ അഷിയെ ഉറങ്ങിയില്ല. ഹായ് ലൈറ്റ് ഇടാൻ വേണം. ഞാൻ അടച്ചില്ല കേട്ടോ. എനിക്ക് പിള്ളേർ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ പണിഞ്ഞ പിള്ളേര് സോളാറിന്റെ അവരെ വണ്ടിക്ക് തടക്കുണ്ട്. എന്തിനീ അവർ സാധനം കൊണ്ടുവന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അവരുടെ പാനൽ വെക്കാനായിട്ട് മറ്റേത് വെൽഡിങ് പണിക്കാരായിരുന്നു. അപ്പൊ അവര് അടച്ചായിരുന്നു ഒരു വേട്ടം. പിന്നെ എന്തോ എടുക്കാൻ പോയപ്പോ മറന്നുപോയത്. അവര് സാധനങ്ങൾ വരുന്ന കുറെ സാധനം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മറന്നുപോയത്. എന്തെങ്കിലും മൊത്തം വെള്ളമായിട്ടുണ്ട് റൂമിനകത്തോട്ട്. നല്ല മഴയും നിൽക്കുകയാണെങ്കിൽ ചേച്ചിയെ വിളിക്കും.
അവർക്ക് ആ പാലം കൊണ്ടുവന്നിട്ട് വണ്ടി സൈഡിൽ ഞാൻ ഇവിടുത്തെ വന്ന ശേഷം വണ്ടി ഇറക്കിയിട്ടില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് റിവേഴ്സ് ഇട്ട് കൊടുത്തത്, ബാക്കിലോട്ട് ഇട്ട് കൊടുത്തതാണ് വണ്ടി. എന്തായാലും സമയത്തിന് അവർ വന്നുകൊണ്ട് കാര്യം കേട്ടോ. ഇനി അവരെ കൊണ്ട് നടപ്പിക്കാൻ ജാമായി പോയത് ഭയങ്കര ഒരു ഇതായിട്ട്. ആഷ്മി 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 മൈഗ്രൈൻ്റെ ഇല്ലയോ? മൈഗ്രൈൻ ഉണ്ടോ? മുമ്പുണ്ട്. കണ്ണിന് വേദനയൊക്കെ പറയും മൈഗ്രൈൻ്റെ ഇത് വരും. തന്നെയല്ല ഈ പിന്നെ സ്കൂളിലെ കുട്ടികളൊക്കെ വെള്ളത്തിന്റെ എന്തോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വെള്ളം പുറത്തുനിന്നാ കൊണ്ടുവരുന്നത്. ഇപ്പം കെട്ടിക്കിടന്ന സ്കൂളിൽ വെള്ളമില്ലാഞ്ഞിട്ട് ഒരു പുറത്തുനിന്ന് മിക്കവാറും എല്ലാ വർഷം വെള്ളം എടുക്കുന്നതാണല്ലോ. ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്ന വെള്ളത്തിന്റെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കുറേ കുട്ടികൾക്ക് ഞങ്ങളെല്ലാം എന്താ ചോദിച്ചു ഫുഡ് വെച്ച്. പക്ഷെ ഇവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ആഷ്മി ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേ ഒരു തലവേദന പറഞ്ഞായിരുന്നു ആഷ്മി. പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ രാവിലെ ആണോ എന്റെ ഫ്രണ്ടിനൊക്കെ കൂട്ടുകാർ വിളിച്ചപ്പോഴാണ് അറിയുന്നത്. പിന്നെ ആഷ്മി രാവിലെ സ്കൂളിൽ പോയി 10 മണിക്ക് പോയി. 10 മണിക്ക് അവർ വിട്ടു കേട്ടോ. ഈ ഒരു ഒരുപാട് കുട്ടികൾ 8:30 പോയി 9 മോഷണം വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. 10 മണിയായപ്പോഴത്തേക്കും ഇവരെ വിട്ടു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മോനെ ആഷ്മിക്ക് തലവേദനയുണ്ട്. ഇനി എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. അത് കേട്ടതിന്റെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറും. അത് കേട്ടതിന്റെ ഒരു ഇതായിരിക്കും. നേരത്തെ വന്നിട്ടുണ്ട് മൈഗ്രൈൻ്റെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറും. ഇന്നലെ വൈകുന്നേരം പറഞ്ഞു ആഷ്മി ടി വി കാണുന്നോ? നമുക്ക് ടി വി ഉണ്ടല്ലോ ആഷ്മി. ഇനി 4 ദിവസം സ്കൂളിൽ പോകണ്ട. നാളെ അവധി കേട്ടോ. നാളെയും കൂടെ അവധി കൊടുത്തവർ. അപ്പോൾ ഹെൽത്തിൽ നിന്നൊക്കെ ആൾ വന്നിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തിട്ട് അപ്പോൾ നാളെയും കൂടെ അവധി കേട്ടോ. ഇനി തിങ്കളാഴ്ച പോയാൽ മതി സ്കൂളിൽ. അപ്പം പിന്നെ ആഷ്മിക്ക് നമ്മൾ റിമോട്ട് കൊടുക്കുന്നതായിരിക്കും ടി വി കാണാനായിട്ട്. 4 ദിവസം ആഷ്മി ആകെപ്പാടെ തിങ്കളാഴ്ച സ്കൂൾ പറഞ്ഞെങ്കിലും ഇന്നലെ മാത്രമേ പോയുള്ളൂ. ബുധനാഴ്ച തൊട്ടാണ് പോകാൻ തുടങ്ങിയത്. ഒറ്റ ദിവസം പോയിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പം എന്തായാലും സുഖമായി. ഞാൻ ആദ്യം വിചാരിച്ചു ഒരാഴ്ച ലീവ് എടുക്കാൻ തിങ്കളാഴ്ച വിടാമെന്ന്. പക്ഷെ രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളങ്ങ് നീ എന്നാ അത് കഴിക്കുക. ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു മുറി ഇടിയപ്പം 1 മുറി മുട്ടയും കഴിച്ചിട്ടില്ല. ഈ 2 ഞാൻ ഇട്ട് കൊടുത്ത് 1 തിരിച്ച് അതിനകത്ത് ഇട്ട് എന്നിട്ട് അഴുക്കി പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാ കൊണ്ട്. എന്നിട്ട് വന്ന് വല്ലതും കഴിക്കും. ആഹാരം ഇല്ലെങ്കിലും ഇങ്ങനെ വരും. കൊച്ചിന്റെ വിചാരം കൊച്ചി ഇപ്പഴും UKG ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. 7ാം ക്ലാസ് അമ്മ ഇങ്ങനെ വഷളാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ലിംബുവിനൊക്കെ മഴയായിട്ട് രാവിലെ കയറ്റിയിട്ടേക്കുക. അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പം ഇവിടെ ഇന്ന് ഈ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ കഴിച്ചു തരാനും പാടില്ല. നമുക്ക് ഒരു ദിവസം 2 ദിവസം വെളിയിൽ പോയിട്ട് വീട്ടിന് വെളിയിൽ പോയി. പക്ഷെ അവിടെ ഡേഞ്ചറാ വെളിയിൽ പോകുന്നത്. പണ്ട് തേരാപ്പാര വണ്ടി പോകുന്നുണ്ട്. അവർക്കറിയത്തില്ല. അവരിങ്ങനെ വണ്ടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് വണ്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും 2 വട്ടം ഗേറ്റ് ഇങ്ങനെ തുറന്നു വന്നു. നമ്മുടെ ശ്രദ്ധയായിരുന്നു. കുഴപ്പമൊന്നും. അവർക്ക് ചോറ് കൊടുക്കണം. മീൻ പിടിച്ചിരിക്കുന്നല്ലോ. അവരുടെ മീൻ എടുക്കട്ടെ. സെപ്പറേറ്റ് മീനൊക്കെ. സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ നമ്മൾ രാവിലെ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ ഇച്ചിരി താമസമുള്ളൂ. എല്ലാം അലങ്കാരമായിട്ട് കിടക്കട്ടെ. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. കാരണം സ്കൂളില്ലെങ്കിലും ആഴ്ച രാവിലെ പോയായിരുന്നല്ലോ. അപ്പം ഇനി എല്ലാം വൃത്തിയാക്കണം. കറിയൊന്നും വെച്ചില്ല. പച്ചക്കറി മീൻ രാവിലെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ലെന്ന്. ഞാനും ഗൈസ്, നമ്മുടെ ആഷ്മിക്ക് ഛർദിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറവില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറൊക്കെ വാരി കൊടുത്ത് അതിനുശേഷം ഛർദിൽ തുടങ്ങിയപ്പം നല്ല മഴ കേട്ടോ. ആശുപത്രി പോകാനിറങ്ങിയപ്പോഴത്തേക്കിനും നല്ല മഴ. അപ്പം നമുക്ക് തൊട്ടടുത്ത ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ കുട്ടികൾ ഇതുപോലെ ഛർദിലോ ലൂസ് മോഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൽ നിന്നും കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ ചികിത്സയില്ല കേട്ടോ. ഇന്നലെ സ്കൂളിലോട്ട് കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ പ്രശ്നം. വാ കഴുകിയത് ഉള്ളവരെല്ലാവരും കൈയും പാത്രവും വായും കഴുകാൻ മാത്രമുള്ള വെള്ളമായിരുന്നു, കുടിവെള്ളമല്ലായിരുന്നു. എന്നിട്ടും ഒരുപാട് കുട്ടികളും ഹോസ്പിറ്റലിലാണ്. അപ്പം ഇവിടെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തലവേദനയുണ്ട്. ഞാൻ വെച്ച് മൈഗ്രെയിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഛർദിലുണ്ട്. ഇനി എന്തിൻ്റെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ കുറേ വട്ടം ഛർദിച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വെച്ചുകൊണ്ടിരിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ
നടുവിനുണ്ടോ? നടുവിനുണ്ടോ? നടുവിന് കൈവച്ചു. അപ്പം എന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. നല്ല മഴയുണ്ട് കേട്ടോ. എന്തോ പറയാനാന്ന് വിശക്കുന്നോ? ഞാനിപ്പോൾ ഇച്ചിരി ചോറ്, ഒരു ശകലം ചോറ് വാരി കൊടുത്തു കേട്ടോ. അവിയലും എല്ലാം കൂടെ കൂട്ടി ഇച്ചിരി ചോറൊന്ന് വാരി കൊടുത്തു. പക്ഷേ അതെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞ്. വിശക്കുന്നോ? എന്തോ തിന്നാൻ പോവാ? എണ്ണപ്പലഹാരം തിന്നണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും തിന്നാഞ്ഞി. അശ്മി ലച്ചു പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് ലച്ചുവിന് നിങ്ങളാച്ച എക്സാം അല്ലേ, ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞ്. അതുകൊണ്ട് എല്ലാം ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും വേണ്ട എണ്ണപ്പലഹാരം എടുത്ത് കഴിക്കാൻ പോയതാട്ടോ. അപ്പം എന്തായാലും ഞാനൊന്ന് കൊണ്ടുപോയിട്ട് വരട്ടെ. ഞങ്ങൾ ആഷ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കാം കേട്ടോ. ആഷ്മിക്ക് ഗുളിക കൊടുത്ത് നോക്കുവാണ് വേദനയുടെ കുറവുണ്ടോ ഇല്ലാന്ന്. ആഷ്മി നിൽക്കുന്നു, വയ്യാത്ത ആഷ്മി നിൽക്കുന്നു, ഞങ്ങളെല്ലാവരും ഇരിക്കുന്നു. ഞാൻ വിളിച്ചില്ല, ആഷ്മി നിൽക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴേ ഇവരുടെ സ്കൂളിൽ കുറേ കുട്ടികൾ ഇവിടെ ട്രിപ്പിട്ട് എടുത്തേപ്പുണ്ട് കേട്ടോ. അല്ല അതിൽ 2 പിള്ളേരാണ് നിൽക്കുന്നത്. കുറേ പിള്ളേർക്ക് തീരെ വയ്യാതെ വന്നിട്ടുണ്ട്. എന്തായാലും ആഷ്മിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൈഗ്രെയിൻ്റെ ആയിരിക്കും, പിന്നെ ഛർദ്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുവന്നേ. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. അവൾക്കിപ്പം വേദനയില്ല, ഛർദ്ദിലും ഇല്ല, ഒന്നുമില്ല. പിന്നെ സ്കൂളിൽ ആ ഒരു വിഷയം ഉണ്ടായിട്ട് പേടിച്ച് ഞാനും കൊണ്ടുപോയെന്നുള്ളൂ കേട്ടോ. നമ്മുടെ സോളാറൊക്കെ വേണ്ട വെച്ച ഒരു പാനലൊക്കെ വന്നിട്ട് കുറച്ച് മുന്നേ എല്ലാം വന്ന് വെച്ചേട്ടോ. എല്ലാം സെറ്റാക്കി. അയ്യ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇവരുടെ സ്കൂളിലെ കുറേ കുട്ടികളോട് ട്രിപ്പിട്ട് കിടക്കും കേട്ടോ, അങ്ങ് മാണ്ടിട്ട്. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശ്വാസം മുട്ടുന്നു. ആഷ്മി നീ പോരെ, എനിക്ക് പേടി. എത്ര പേരും പിള്ളേർ അമ്മ അതൊന്ന് ഇറങ്ങി കട തുറക്കാറായി. പിന്നെയും തലവേദന ഉണ്ട്. അതല്ല ഈ പിന്നെയും തലവേദന ഉണ്ടല്ലോ. മൈഗ്രെയിൻ്റെ ആയിരിക്കും. ഒരു 6-7 മാസത്തിന് മുന്നേ ഇതിലൊക്കെ വന്നായിരുന്നു. കണ്ണ് വേദന സ്ഥിരമാകുവാണെങ്കിൽ നമുക്ക് പിന്നെ തുടങ്ങിയില്ലേ ഇച്ചിരി. അപ്പം ഗായ്സ്, ഞാൻ വിചാരിച്ചു മിക്കുവിനെയും പിങ്കുവിനെയും ഒക്കെ അയച്ചു വിടുന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് അങ്ങ് ഉൾപ്പെടുത്താമെന്ന്. പക്ഷെ അതുകൊണ്ട് ആകുമ്പോഴത്തേനും കുറേ അങ്ങ് ലോങ് ആയി പോകും തോന്നി. കുറേ അങ്ങ് ഇതായി പോവും. അശ്മി, അപ്പോൾ പിന്നെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പോൾ സ്ഥിരം കുറേ വീഡിയോസൊക്കെ ഇടും കേട്ടോ. ഇനിയിപ്പോൾ സമയമൊക്കെ ഉണ്ട്, സ്കൂളൊക്കെ തുറന്നില്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.